بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഇസ്ലാം ശുദ്ധിക്ക് വളരെ പ്രാധാന്യം നൽകുന്ന മതമാണ്. കുളി സാധിക്കാതെ വരുമ്പോൾ തയമ്മം ചെയ്യുക ഇത്യാദി ശുദ്ധി വരുത്തൽ പരിശുദ്ധമായ ഇസ്ലാം വളരെ പ്രോത്സാഹനം നൽകുന്ന കാര്യമാണ്. അതിൽ പ്രധാനമാണ് വുളൂ എന്നുള്ളത്. വുളൂ എന്നുള്ളതിൻ്റെ ഭാഷാപരമായ അർത്ഥം നളാഫത്താണ്, ശുദ്ധി വരുത്തുക എന്നാണ്. ശറഇൽ മതപരമായി നോക്കുമ്പോൾ പ്രത്യേക അവയവങ്ങളിൽ നിയത്തോണ്ട് ആരംഭിക്കപ്പെട്ട് പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുക, ഇതാണ് വുളൂ എന്ന് ശറഇന്റെ വിവക്ഷയിൽ മതപരമായി നൽകുന്ന വിവക്ഷ. ഈ വുളൂ നിർബന്ധമാക്കപ്പെട്ടത് ഇസ്രായിന്റെ രാത്രിയിൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജിന്റെ ആ രാത്രിയിൽ നമസ്കാരം ഫർളാക്കപ്പെട്ടതോടൊപ്പം തന്നെ ഈ വുളൂഉം ഫർളാക്കപ്പെട്ടു. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ വുളൂഇനെ കുറിച്ചും മറ്റും പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്തുൽ മാഇദയിലൂടെ യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജലക്കും ഇലൽ കഅബൈൻ. സത്യവിശ്വാസികളെ, ഇദാ ഖുംതും, നിങ്ങൾ നമസ്കാരത്തിന് നിൽക്കാൻ ഉദ്ദേശിച്ചാൽ, അവിടെ വാന്തും മുഹദിസൂന എന്നാണ് മുഫസ്സിറുകൾ വ്യാഖ്യാനം നൽകുന്നുണ്ട്. നിങ്ങൾ അശുദ്ധിക്കാരായ നിലയിൽ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ചാൽ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി സെയ്ദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു തൊട്ട് പറയപ്പെടുന്നുണ്ട്, ഇദാ ഖുംതും ഇല സ്വലാത്തി മിനൻ നൗമി, ഉറക്കത്തിൽ നിന്ന് നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കാൻ, നമസ്കാരം നിർവഹിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്തി, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം, ആ വിസർജ്യത്തിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വന്നാൽ, ഇപ്പം വിസർജനം കഴിഞ്ഞ് ശുദ്ധീകരിച്ച് വന്നു കഴിഞ്ഞാൽ, ഔലാ മസ്തുമുൻ നിസാ, അല്ലെങ്കിൽ സ്ത്രീകളെ സ്പർശിച്ചാൽ, ഫഗ്സിലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ കഴുകുക. ഇവിടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ, അതുപോലെ മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ, സ്ത്രീകളെ സ്പർശിച്ചാൽ വുളൂ ചെയ്യാനുള്ള കൽപ്പനയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിച്ചത്. സ്ത്രീകളെ സ്പർശിച്ചാൽ വുളൂ മുറിയുമെന്നുള്ളത് ശാഫിഈ മദ്ഹബിലാണ്. ഹനഫി മദ്ഹബിൽ വുളൂ മുറിയുകയില്ല എന്നതാണ്. എങ്കിലും വുളൂ എടുക്കൽ നല്ല കാര്യം തന്നെയാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അപ്പം നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ കഴുകണം. വൈദ്യക്കുമിലിൽ മറാഫിഖി, നിങ്ങളുടെ രണ്ട് കൈകളെയും മുട്ടുൾപ്പെടെ കഴുകുക. വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ ശിരസ്സുകളെ നിങ്ങൾ തടകണം. വാർജുലക്കുമിലിൽ കഅബൈനി, നിങ്ങളുടെ രണ്ട് കാലുകളെ, ഞെരിയാണി ഉൾപ്പെടെ നിങ്ങളുടെ രണ്ട് കാലുകളെ കഴുകുകയും വേണം. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു, ഇവിടെ പറയപ്പെടുന്നുണ്ട് ഈ ആയത്ത് അലാ ഉമൂമിഹ, അത് പൊതുവായ നിലയിലാണ്, അത് പല കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയ കാര്യമാണ്. അതായത് വല്ലംറു ഷാമിലുൽ മുഹദ്ദിസി അലാ സബീലിൽ ഈജാബി, ഈ കൽപ്പന, നിങ്ങൾ മുഖം കഴുകണം, രണ്ട് കൈകൾ കഴുകണം, മുട്ടുൾപ്പെടെ തല തടകണം, കാലുകൾ കഴുകണം എന്ന കൽപ്പന
അത് ഷാമിലുൻ ഉൾപ്പെടുത്തുന്നതാണ് ലിൽ മുഹദിസി അശുദ്ധിക്കാരനെ ഉൾപ്പെടുത്തും. അലാ സബീൽ ഈജാബി അയാൾക്ക് നിർബന്ധമാണ് എന്ന നിലയിൽ അശുദ്ധിക്കാരന് ഈ അംഗസ്നാനം വരുത്തല് നിർബന്ധമാണ്. വൽ മുതതഹിരി ശുദ്ധിയുള്ള ആളെയും ഉൾപ്പെടുത്തും. അലാ സബീലിൽ നദ്ബി നദ്ബാണ് സുന്നത്താണ് എന്ന വഴിയിലൂടെ അയാളെയും ഉൾപ്പെടുത്തും. അപ്പം ശുദ്ധി ഉള്ളവർക്കാണെങ്കിൽ പോലും വുദൂഇനെ പുതുക്കൽ സുന്നത്താണ്. അത് ഷാഫി മദ്ഹബാകട്ടെ ഹനഫി മദ്ഹബാകട്ടെ. വുദൂ ഇല്ലാത്ത അശുദ്ധിക്കാർക്ക് അത് നിർബന്ധമാണ്. അത് രണ്ട് മദ്ഹബിലും അങ്ങനെ തന്നെയാണ്. ഇസ്സ് ബിൻ അബ്ദുസ്സലാം റഹ്മഹുല്ലാ തന്റെ കിതാബ് അഹ്കാമുൽ ഖുർആൻ എന്ന കിതാബിൽ പറഞ്ഞു, ഈ പരിശുദ്ധമായ ആയത്തിന്റെ ബാഹ്യമായ അർത്ഥം ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഈജാബുൽ വുദൂഇ കുല്ലി സ്വലാത്തിൻ അഹദസ അംല, എല്ലാ നിസ്കാരത്തിനും അശുദ്ധി ഉണ്ടാകട്ടെ, അശുദ്ധിക്കാരനാകട്ടെ, അശുദ്ധി ഇല്ലാതിരിക്കട്ടെ, എല്ലാ നിസ്കാരത്തിനും വുദൂ നിർബന്ധമാണ് എന്നാണ് ആയത്തിന്റെ ബാഹ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പക്ഷേ ലാക്കിൻ വറദ ഫീ സഹീഹ് മുസ്ലിം, പക്ഷേ സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യതവദ്ദഉ ലികുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിനും തങ്ങൾ വുദൂ ചെയ്യുമായിരുന്നു. പക്ഷെ മക്കം ഫതഹ് ആയപ്പോൾ സ്വലവാത്തുൽ ഹംസ്, 5 നമസ്കാരങ്ങളെ 5 നേരത്തെ നമസ്കാരത്തെ തങ്ങൾ നിസ്കരിച്ചു മക്കം ഫതഹിന്റെ ദിവസത്തിൽ, മക്ക വിജയത്തിന്റെ ദിവസത്തിൽ ബി വുദൂഇൻ വാഹിദ്, ഒറ്റ വുദൂ കൊണ്ട്. അപ്പോൾ ആയത്തിന്റെ ബാഹ്യമായ അർത്ഥം നോക്കുമ്പോൾ എല്ലാ നിസ്കാരത്തിനും വുദൂ നിർബന്ധമാണെന്ന് കിട്ടും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിസ്കാരത്തിനും വുദൂ ചെയ്യുമായിരുന്നു. പക്ഷേ മക്കം ഫതഹിന്റെ ദിവസത്തിൽ 5 നേരത്തെ നിസ്കാരവും ഒറ്റ വുദൂ കൊണ്ട് തങ്ങൾ നിർവഹിച്ചു. ഉമർ റളിയല്ലാഹു തആല നബി തങ്ങളോട് ചോദിച്ചു, ഫഅൽത ശൈഅൻ ലം തഫഅലുഹു, നബി തങ്ങളോട് ഉമർ റളിയല്ലാഹു പറഞ്ഞതാണ്, നബിയെ തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം തങ്ങൾ ചെയ്തല്ലോ. ഇതുവരെയും പതിവില്ലാത്ത എല്ലാ നിസ്കാരത്തിനും തങ്ങൾ വുദൂ ചെയ്യുമായിരുന്നു. അത് തങ്ങളുടെ പതിവായിരുന്നു. അങ്ങനെ തങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണ് 5 നേരത്തെ നിസ്കാരത്തിനും ഒരുമിച്ച് ഒറ്റ വുദൂ കൊണ്ട് നിസ്കരിച്ചത്. അങ്ങനെ തങ്ങൾ ചെയ്തല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയും, അംദൻ ഫഅൽതുഹു യാ ഉമർ, ഉമറേ ഞാൻ അങ്ങനെ ചെയ്തത് മനഃപൂർവ്വമാണ്. മുസ്ലിമും അബൂദാവൂദ് തിർമിദി നസായി ഇബ്നു മാജ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹാസിമി റഹ്മുല്ലാ പറയാണ്, ഖത്താബി റഹ്മുല്ലാഹി പറഞ്ഞിട്ടുണ്ട്, ദഹബ ജമാഅത്തു മിനൽ ഉലമാ ഇലാ അന്നഹു ലാ യജിബുൽ വുദൂ ഇല്ലാ മിൻ ഹസ്, ഒരു വിഭാഗം പണ്ഡിതന്മാര് അവരുടെ അഭിപ്രായം എന്താ, അശുദ്ധി ഉണ്ടായാലല്ലാതെ വുദൂ നിർബന്ധമില്ല എന്നുള്ളതാണ്. അതാണ് ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും അശുദ്ധി ഉണ്ടെങ്കിലേ വുദൂ നിർബന്ധമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ നബി തങ്ങൾ എല്ലാ നിസ്കാരത്തിനു വേണ്ടിയും എല്ലാ ഫർദിനു വേണ്ടി തങ്ങൾ വുദൂ ചെയ്യുമായിരുന്നു, എല്ലാ നിസ്കാരത്തിനു വേണ്ടി വുദൂ ചെയ്യുമായിരുന്നു എന്ന ഹദീസ്, അത് ഫർദിന് ശ്രേഷ്ഠത ലഭിക്കാൻ വേണ്ടിയാണ് എന്ന് അതിനെ ഹംദ് ചെയ്യണം, അതിനെ വ്യാഖ്യാനിക്കപ്പെടണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മക്കം ഫതഹിന്റെ ദിവസത്തിൽ തങ്ങൾ ഇങ്ങനെ 5 നേര നിസ്കാരങ്ങളും ഒറ്റ വുദൂ കൊണ്ട് ചെയ്തത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ജായിസാണ്, അനുവദനീയമാണ്. ഒരു വുദൂ കൊണ്ട് ഒന്നിലധികം നിസ്കാരങ്ങൾ നിർവഹിക്കാം. അശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അത് തടസ്സമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ വുദൂ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ജായിസാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് മക്കം ഫതഹിന്റെ ദിവസത്തിൽ 5 നേര നമസ്കാരം ഒരു വുദൂ കൊണ്ട് ചെയ്തത്. അതാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്തത് മനഃപൂർവ്വം തന്നെയാണ്. അപ്പോൾ ഈ ആയത്തില്, മാഇദയിലെ 6-ാമത്തെ ആയത്താണല്ലോ നമ്മൾ പറഞ്ഞത്, ഈ ആയത്തില് വുദൂഇന്റെ 4 ഫർളുകളെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞാൽ 4 ഫർളല്ലാതെ മറ്റൊരു ഫർളും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ വ്യക്തമാണ് അക്കാര്യം. കാരണം 4 ഫർളേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഫഗ്സുലു വുജൂഹക്കും, നിങ്ങളുടെ മുഖം കഴുകുക, വൈദ്യക്കുമിൽ മറാഫിഖി, 2 കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക, വംസഹു ബിറൂസിക്കും, നിങ്ങളുടെ തല തടകുക, വാർജുലിക്കുമിൽ കഅബൈനി, കഅബ 2 ഞെരിയാൻ ഉൾപ്പെടെ 2 കാലുകൾ കഴുകുക. 4 കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ആരെങ്കിലും ഈ 4 ഫർളുകളല്ലാത്ത വേറെയും ഫർളുണ്ട് എന്ന് പറഞ്ഞാൽ, നീയത്ത് പോലെ, തർത്തീബി ക്രമപ്രകാരം ചെയ്യുക, ഓർഡർ ചെയ്യുക എന്നുള്ള തർത്തീബ് പോലെ, എൻ്റെ ഇമാമിന് ഷാഫി ഇമാമിൻ്റെ അടുക്കൽ 4ന്റെ കൂടെ 2 ഫർളും കൂടെ കൂടുതലുണ്ട്. വുദൂഇന് 6 ഫർളാണ്. നീയത്തും അതുപോലെ തർത്തീബ് ഓർഡറായിട്ട് ചെയ്യുക, അങ്ങനെ പറഞ്ഞു. അതിന് പ്രത്യേകം തെളിവുകൾ വേറെയുണ്ട്.
നീയത്തിന് മഹാനായ നബി സ്വല്ലല്ലാഹുടെ ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. തീർച്ചയായും അമലുകൾ സ്വീകാര്യമാകുന്നത് നീയത്തുകളെ കൊണ്ടാണ്. ഹനഫി മദ്ഹബിന് അതിന് മറുപടി പറയുന്നുണ്ട്. അത് നീയത്ത് ഫർളാണെന്ന അഭിപ്രായം ഹനഫി മദ്ഹബിലില്ല. പക്ഷെ നീയത്ത് വേണം. അപ്പോൾ നീയത്തുകൾ സ്വഹീഹാകുന്നത് ശരിയാകുന്നത് അമലുകൾ ശരിയാകുന്നത് നീയത്തുകളെ കൊണ്ടാണ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫർള് അധികമായും ശാഫി മദ്ഹബിൽ കൂട്ടിയത്. പിന്നെ തർത്തീബ് ക്രമപ്രകാരം വേണം എന്നുള്ളത് ഈ ആയത്തിൽ തന്നെ ഉണ്ട് എന്നാണ് ഷാഫി മദ്ഹബ് പറയുന്നത്. കാരണം ഫഗ്സുലു വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക, വൈദ്യക്കുമിൽ മറാഫിഖി 2 കൈമുട്ടുകൾ ഉൾപ്പെടെ 2 കൈകൾ കഴുകുക, അതിനുശേഷം 2 നെരിയാണി ഉൾപ്പെടെ കാലുകൾ കഴുകുക എന്നതിൻ്റെ ഇടയിൽ 2 കൈകൾ കഴുകുക 2 കാലുകൾ കഴുകുക എന്നതിൻ്റെ ഇടയിൽ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തല തടകുക എന്ന്. അപ്പോൾ തന്നെ 2 കൈകൾ കഴുകിയിട്ട് തലയാണ് തടകേണ്ടത്. അത് 2 മദ്ഹബിലും അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് കാല് കഴുകേണ്ടത്. അപ്പോൾ 2 കഴുകലിൻ്റെ ഇടയിൽ ഒരു തടകലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ തർത്തീബ് വേണം എന്നതിൻ്റെ തെളിവാണ് ഈ ആയത്ത് തന്നെ എന്ന് ഷാഫി മദ്ഹബ് പറയുന്നു. മഹാനായ അപ്പോൾ വുളൂ അതിൻ്റെ ശ്രേഷ്ഠത മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. ഇന്ന ഉമ്മത്തി യുദ്ഔന, എൻ്റെ സമുദായത്തെ വിളിക്കപ്പെടും, അവരെ വിളിക്കപ്പെടും യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാൾ ഖുർറം മുഹജ്ജലീന, കൈകാൽ മുഖങ്ങൾ പ്രശോഭിതരായിട്ട്, മിനാഥാൽ വുളൂവിൻ്റെ അടയാളങ്ങളാൽ, അതിൻ്റെ അസറുകളാൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും സാധിച്ചാൽ തൻ്റെ ഉറത്തിനെ അവൻ ദീർഘിപ്പിക്കാൻ സാധിച്ചാൽ ഫലയഫ്അൽ, അവൻ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. എന്താണ് ഉറത്ത്? വസ്ലുമാ സാദ അലാ ഫറൽ വജ്ഹി മിൻ അത്റാഫിൻ നാസിയത്തി വൽ ഉദ്നി വബഅദൽ ഉനഖി, മുഖം അത് കഴുകൽ ഫറലാണ്. ആ കഴുകൽ ഫറലായതിനേക്കാൾ അധികരിപ്പിക്കുക. നെറുകത്തലയുടെ അല്പഭാഗം, അതുപോലെ ചെവിയുടെ അല്പഭാഗം, പിരടിയുടെ അല്പഭാഗം, ഇതൊക്കെ അല്പം അധികരിപ്പിക്കുക. ഇതാണ് ഉറത്ത്. തഹജീൽ എന്ന് പറഞ്ഞാൽ വസ്ലുമാ ഫൗഖൽ വാജിബി മിനൽ യദി വരിജിലി, കയ്യിലും കാലിലും നിർബന്ധമായ അളവിനേക്കാൾ കൂടുതൽ ഭാഗം കഴുകുക. അങ്ങേറ്റം പോയാൽ തോളിൻ്റെ ഭാഗത്തേക്ക് വരിക, കാലിൻ്റെ ഭാഗത്തേക്ക്, തണ്ടൻകാലിൻ്റെ ഭാഗത്തേക്ക് കയറ്റി കഴുകുക. ഇതൊക്കെയാണ് തഹജ്. അപ്പോൾ കൈകാൽ മുഖങ്ങൾ വെളുത്തവരായി എന്നുവെച്ചാൽ പ്രശോഭിതരായി പ്രഭുള്ളവരായിട്ട് നാളെ പരലോകത്ത് കാണുന്നത് ഇപ്രകാരം കയറ്റി കഴുകുന്നവർക്കാണ്. അതിന് സാധിക്കുന്നവർ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. മറ്റേ ഹദീസിൽ കാണാം, ആരെങ്കിലും വുളൂ ചെയ്തു നല്ലപോലെ അദബും ഷർത്തും ഫർളും സുന്നത്തും എല്ലാം സൂക്ഷിച്ചുകൊണ്ട് വുളൂ ചെയ്താൽ അവൻ്റെ പാപങ്ങൾ അവൻ്റെ വിരലിൻ്റെ താഴ്ഭാഗത്തൂടെ ഇങ്ങനെ പുറപ്പെട്ടു പോകും. ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ആ അവയവങ്ങളിൽ നിന്നുള്ള പാപങ്ങളൊക്കെ, ചെറുപാപങ്ങൾ അങ്ങനെ പൊടിഞ്ഞു പോകുമെന്ന് അതിൽ കാണാൻ കഴിയും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നിങ്ങൾക്ക് പാപങ്ങൾ മായ്ച്ചു കളയുന്ന കാര്യം അറിയിച്ചു തരട്ടെ, പദവികൾ ഉയർത്തപ്പെടുന്ന കാര്യം അറിയിച്ചു തരട്ടെ. സഹാബാക്കൾ പറഞ്ഞു അറിയിച്ചു തന്നാലും. നബിതങ്ങൾ പറഞ്ഞു ഇസ്ബാഖുൽ വുദൂഇ അലൽ മക്കാരിഹിം, വെറുപ്പ് ഉണ്ടാകുന്ന, പ്രയാസമുണ്ടാകുന്ന, തണുപ്പ് കഠിനമാണ്, അല്ലെങ്കിൽ തണുത്ത വെള്ളം കാലിലേക്ക് വെക്കുമ്പോൾ രോഗികളാകുമ്പോൾ അവർക്ക് പ്രയാസമാണ്. ഭയങ്കര തണുപ്പാണ്, വലിയ പ്രയാസമാണ്, കാലിന് വേദനയാണ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആ പ്രയാസമുള്ള അവസരത്തിൽ വുളൂ പരിപൂർണമായി ചെയ്യുക, പള്ളിയിലേക്കുള്ള ചുവട്ടുകൾ അധികരിപ്പിക്കുക, ഒരു നമസ്കാരത്തിന് ശേഷം മറ്റു നമസ്കാരത്തെ പ്രതീക്ഷിക്കുക. ഇതാണ് പാപങ്ങൾ മായ്ച്ചു കളയാനും പദവികൾ ഉയർത്താനുമുള്ള കാര്യം. ഫദാലിക്കും ഒരു റിബാത്ത്, ഇതാണ് പ്രതിഫലാർഹമായ ആഗ്രഹിക്കപ്പെടേണ്ട ശ്രേഷ്ഠമേറിയ കാര്യമെന്ന് പരിശുദ്ധമായ മഹാനായ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്യാദി അംഗസ്നാനം വരുത്തുക, ശുദ്ധി വരുത്തുക, അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഏത് നല്ല കാര്യങ്ങൾക്കും ശുദ്ധി വരുത്തൽ നല്ല കാര്യമാണ്. അതുകൊണ്ട് ആ വുളൂ എപ്പോഴും പതിവാക്കിക്കൊണ്ടിരിക്കുക, അതും ഉത്കൃഷ്ടമായ കാര്യമാണ്. ഇത്യാദി പ്രതിഫലങ്ങൾ, ധാരാളം പ്രതിഫലങ്ങൾ പറയപ്പെടുന്നുണ്ട്. അർഹമുർ റഹീമായ തമ്പുരാൻ ഈ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നമ്മുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും, അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളുടെ എല്ലാവിധ രോഗങ്ങൾക്കും അള്ളാഹു ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.